ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ ഇപ്പോൾ കിളിക്കൂട്ടിലെ എല്ലാവരും അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. ചെറുതല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. സുഭാഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വാഴില്ല, സുഭാഷ് ചേട്ടൻ നിൽക്കുന്ന വീട്ടിൽ ഒരു പെണ്ണ് നിൽക്കത്തില്ല എന്നൊക്കെയാണ് സുഭാഷ് ചേട്ടൻ്റെ ജാതകപ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരമുണ്ട്. സുഭാഷ് ചേട്ടന് വേണ്ടപ്പെട്ട ഒരാൾ ശൂലം തറച്ചിട്ട് പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. അപ്പം അത് പരിഹരിക്കാനായിട്ട് കുടുംബക്ഷേത്രത്തിൽ വരണമെന്നും ഇവരറിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. സുഭാഷ് ചേട്ടൻ്റെ അടുത്ത ബന്ധുവാണ് ഈ ഒരു വഴിപാട് നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ നിധി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പോലും അത് സുധീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് പിന്നെ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ സുധീഷിന് ഭയങ്കര പേടിയായി. ശൂലം തറയ്ക്കാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പേടി, അവന് ബാക്കിയുള്ളവരുടെ തലയിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നികേഷ് ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് പറ്റില്ലല്ലോ, സുഭാഷ് ചേട്ടനല്ലല്ലോ ചെയ്യേണ്ടത്, സുഭാഷ് ചേട്ടൻ്റെ അടുത്ത ബന്ധു എന്ന് പറയുമ്പോൾ സുധീഷല്ലേ ചെയ്യുന്നത് നല്ലത്, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ സുധീഷും വിചാരിക്കുന്നുണ്ട്, ഇതെനിക്ക് കിട്ടിയൊരു ചാൻസാണ്, അവളുടെ മുന്നിലൊന്ന് ആളാവാം, അവള് ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ എല്ലാം, അപ്പം ഞാൻ കുറച്ച് വേദന സഹിച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ സുധീഷിന് പേടിയുണ്ട്. അത് നമ്മളെ നിധിക്ക് മനസ്സിലാവുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ശൂലം തറയ്ക്കാന്ന്. അയ്യോ അതൊന്നും വേണ്ട, അതൊന്നും ഞാൻ സമ്മതിക്കില്ല, നിധീനെ കൊണ്ട് ശൂലം തറപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ വഴിപാടൊക്കെ ചെയ്ത് സുഭാഷേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇവർ താമസിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. അതായത് സുനന്ദയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പോരാത്തതിന് ചാന്ദിനിയുണ്ട്. ചാന്ദിനി ഇപ്പോൾ താൽക്കാലികമായിട്ട് കിളിക്കൂട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവരുടെ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചാന്ദിനിയെയും ഇവർ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചാന്ദിനിയും സുനന്ദയും എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് ലളിതയും അതുപോലെ തന്നെ ഇവരും തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്പലത്തിൽ വെച്ചിട്ടും ഇവർ ഓരോ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് തർക്കം കൂടുന്നുണ്ട്. അങ്ങനെ നമ്മളെ അവിടുന്ന് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ സുഭാഷ് ഏട്ടനും ചാന്ദിനിയും കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അത് ഉണ്ടാവാൻ സാഹചര്യം എന്താന്ന് വെച്ചാൽ ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുന്നതിനിടെ ചാന്ദിനി വഴുക്കി വീഴുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണ് പിടിക്കുന്നത്. അത് അപ്പുറത്ത് നിന്ന് സുനന്ദ കാണുന്നുണ്ട്. കാണുമ്പോൾ അവൾക്കൊരു ചെറിയൊരു ചടപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് സുനന്ദ കണ്ടതുകൊണ്ട് സുഭാഷ് ചേട്ടനും അവളെ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷെ ചാന്ദിനിക്ക് എന്തോ സുഭാഷ് ചേട്ടനോട് ഒരു ഇഷ്ടമുള്ളത് പോലെയൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് കണ്ടു നിന്ന സുനന്ദയ്ക്ക് തോന്നുകയാണ്, സുഭാഷ് ചേട്ടനെ കൊണ്ട് ചാന്ദിനിയെ കല്യാണം കഴിപ്പിച്ചത് നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇത് ആലോചിച്ച് നിൽക്കെ നികേഷ് അതിലൂടെ വരുന്നുണ്ട്. അപ്പൊ നികേഷിനോട് പറയുന്നുണ്ട് കേട്ടോ, ചാന്ദിനിയെ വിവാഹം കഴിപ്പിച്ചാലോ സുഭാഷ് ചേട്ടനെ കൊണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ മുൻപേ ചാന്ദിനിയുമായിട്ട് സുനന്ദ ഒന്ന് സംസാരിക്കുമ്പോൾ ചാന്ദിനിയുടെ ഭാഷയൊന്നും സുനന്ദയ്ക്ക് മനസ്സിലാവുന്നില്ല. ഫുള്ള് ഹിന്ദിയാണല്ലോ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ സംഭവം, ഇത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ സുനന്ദയ്ക്ക് നികേഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരാ എന്താന്നൊക്കെ സംഭവം. അപ്പൊ കല്യാണത്തിന്റെ കാര്യം നികേഷുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ശരിയാവില്ല, സുഭാഷ് ചേട്ടനും അവരും തമ്മിൽ ഭാഷ ശരിയാവത്തില്ല, രണ്ടുപേര് സംസാരിക്കുമ്പോൾ എങ്ങനെയാ ഭാഷ അറിയാതെ സംസാരിക്കുക, അപ്പൊ അത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ഭാഷ കൂടെ ജീവിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ, കൂടെ ജീവിക്കുമ്പോഴല്ലേ മറ്റുള്ളവരുടെ ഭാഷ നമ്മൾ പഠിച്ചു തുടങ്ങുക, അപ്പോൾ അത് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ നികേഷ് അത് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹരീഷും നീതുവും കൂടി ഭയങ്കര സംസാരത്തിലാണ്, ഫോൺ വിളിക്കുന്നുണ്ട്. നീതു ചോദിക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എന്നാ വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് വരും, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. പക്ഷേ നീതുവിൻ്റെ വീട്ടിലാണെങ്കിൽ വമ്പൻ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പോരാത്തതിന് അവരൊരു ഗൂഢാലോചനയിലാണ്. നീതുവിനെ വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഏതായാലും ഹരീഷ് ഇപ്പോൾ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീതുവിൻ്റെ ഏട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാളുടെ ഫ്രണ്ടിനെ കൊണ്ട് നമ്മളെ നീതു അറിയാതെ അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താന്നുള്ളത്. പാവം നമ്മളെ നീതു ഇതൊന്നും അറിയുന്നില്ല. വീട്ടുകാരും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. അച്ഛനും അമ്മയോടും പറയുന്നുണ്ട് അവളെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പേടിയുണ്ട് കേട്ടോ, അവളെന്തെങ്കിലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയോ
വീണ്ടും പഴയതുപോലെ പോലീസിനെ വിളിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്. അഖിലാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. ഞാനിത് അമ്പലത്തിലെ ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവളെ അമ്പലത്തിലേക്ക് എത്തിക്കാൻ വയ്യേ? എനിക്ക് അവിടെ പല ജോലികളുണ്ട്, അമ്പലത്തിൽ പോയിട്ട് താലി പൂജിക്കാനും അത് ഇതൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ, നിങ്ങളെന്തായാലും അവളെ കൂട്ടി വാന്നൊക്കെ പറയുന്നുണ്ട്. പാവം നീതു ഇതൊന്നും അറിയാതെ ഹരീഷിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്, നീതു നീതു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹരീഷുമായിട്ടുള്ള കോള് കട്ട് ചെയ്യുന്നുണ്ട്. അമ്മ കുറേ നേരെ വിളിക്കുന്നു, പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവനെ നീ പെട്ടെന്ന് റെഡി ആയി, നമുക്ക് അമ്പലം വരെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിക്കോളും, എന്നെ എന്തിനാ വിളിക്കുന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ എടുത്ത വഴിക്ക് ഒരു നുണ വിടുന്നുണ്ട്. അന്ന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായില്ല, ആ സമയത്ത് ഞാൻ വിചാരിച്ച വഴിപാടാണ്, കുടുംബത്തോട് കൂടിയിട്ട് പോയി ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ ഇമോഷനും കയറി പിടിക്കുന്നുണ്ട്. എന്നാലേ അവൾ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അമ്മയാണെങ്കിൽ നീ പോയി പെട്ടെന്ന് റെഡി ആവും, ഞാൻ അവിടെ സാരി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, സാരിയോ, ഞാൻ എന്തിനാ സാരി എടുക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, എല്ലാവരും സാരി ഉടുത്തിട്ടാണ് വരിക, അപ്പം നീ മാത്രം ചുരിദാർ ഇട്ട് വന്നാൽ എങ്ങനെ ശരിയാവും, പോയി സാരി എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ടോ. ഓ ശരി, ഞാൻ വരാം, കുടുംബത്തോട് കൂടിയുള്ള വഴിപാടായതുകൊണ്ട് മാത്രം, എന്നോട് ഇപ്പോഴാണോ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ തോന്നിയത്, എന്തേ മുൻപ് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം നിന്നോട് ആദ്യമേ പറഞ്ഞിട്ട് വേണം എന്നൊക്കെ നീ ഇത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു വഴിക്ക് അവള് സാരിയൊക്കെ കൊടുത്ത് റെഡി ആവുമെന്ന് തീരുമാനിക്കുമ്പോൾ ഇവർക്ക് സന്തോഷമാവുന്നുണ്ട്. ഒരേ സമയം അച്ഛനും അമ്മയ്ക്കൊക്കെ നെഞ്ചിടിപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, അറിയോ, പോലീസിനെ വിളിക്കുമോ, ഇത് പ്രശ്നമാവുമോ എന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യാൻ പോകില്ല, അതായത് ഒരാൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് സ്വയം അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാവുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു പേടി കാണുമല്ലോ. അപ്പോൾ ആ ഒരു പേടി ഇവർക്കും ഉണ്ട്. അങ്ങനെ ഇവർ റെഡിയൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ഓട്ടോയിലാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെയാണെങ്കിൽ പൂജാരി താലിയൊക്കെ പൂജിച്ചിട്ട് പെൺകുട്ടി എവിടെയെന്ന് അഖിലിനോട് ചോദിക്കുന്നുണ്ട്. പെൺകുട്ടി ഇപ്പോൾ എത്തും എന്ന് പറയുന്നുണ്ട്. അവരാണെങ്കിൽ കല്യാണ ചെക്കനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അളിയ എന്താ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നീതുവിനെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരിൽ അവർ എത്രയോ ലക്ഷം പൈസയൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട്, അതൊക്കെ എന്തായാലും ഞങ്ങൾ നിനക്ക് തരേണ്ട കാര്യം തന്നെയല്ലേടാ, അതുകൊണ്ടാവുന്ന നീ വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ തരേണ്ട കാര്യം തന്നെയില്ല, അതൊക്കെ ഞാൻ തരും, ഓക്കെ, നീ ഒന്നും പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്, അതായത് ഫ്രണ്ട് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഫ്രണ്ട് ഹാപ്പിയാണ് നീതുവിനെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ. പക്ഷെ പാവം നമ്മളെ നീതു ഇതൊന്നും അറിയാതെ ഓട്ടയും കയറി പോകുന്നുണ്ട്. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടുണ്ട്. അങ്ങനെ നീതു നേരെ അച്ഛനും അമ്മയും ചേട്ടനും ഒരുക്കിയ ഈ വലിയൊരു കെണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ അമ്പലത്തിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, നീതുവിൻ്റെയും ആ ചെറുക്കൻ്റെയും കല്യാണം കഴിയുമോ, അല്ലെങ്കിൽ ഹരീഷ് വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ. നീതു തന്നെ ഇത് അറിഞ്ഞിട്ട്, എന്തായാലും നീതുവിൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാമല്ലോ, അവള് ചില്ലറക്കാരിയൊന്നുമല്ല. എന്തായാലും ഇങ്ങനെ ഒരു പണി അവൾക്കിട്ട് പണിത സ്ഥിതിക്ക് തിരിച്ചെന്തെങ്കിലും ഒക്കെ അവൾ ചെയ്തു കൂട്ടാതിരിക്കില്ല. ഇനി മറിച്ച് അഖിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.